ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടയാണ്, കോളിഫ്ലവർ കൊണ്ടുള്ള വട. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് 3 മണിക്കൂർ നേരം കുതിരാൻ വയ്ക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് കുതിരാൻ വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് മുമ്പ് ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞു. പരിപ്പ് നന്നായി കുതിർന്നും കിട്ടിയിട്ടുണ്ട്. ഈ പരിപ്പ് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുതിർത്തി വെച്ച പരിപ്പും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം പരിപ്പ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പരിപ്പെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്, അതും ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് 5 എണ്ണം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില. അതിന് ശേഷം അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ വടയുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതുകൊണ്ട് അതിലേക്ക് ഉണ്ടാക്കി വെച്ച കൂട്ടുന്നെടുത്ത് കുറേശ്ശെ എടുത്ത് വടയുടെ ഷേപ്പിൽ പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട വടയെല്ലാം തയ്യാറായി. അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ വടയെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.